ഹായ് ഫ്രണ്ട്സ്, സൂര്യനാണ്. ലെമൺ ടീ ഫോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ചാൽ കോഴിക്കോട് ബീച്ചിനെ കുറിച്ചാണ്. 1498 വാസ്കോഡ ഗാമയുടെ ലാൻഡിംഗ് പോയിന്റ് എന്ന നിലയിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാമൻ്റെ കൂടെ ആദ്യം പോകുന്ന സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. പല സ്ഥലങ്ങളിൽ നിന്നും സൺസെറ്റ് കാണാൻ വേണ്ടി ആൾക്കാർ എത്തുന്നുണ്ട്. നിക്ക് അത് കാല് വിട്ടിപ്പോയി. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സൂര്യാസ്തമ കാഴ്ചകൾക്കും ലൈറ്റ് ഹൗസിനും സമുദ്ര വിഭവ സ്റ്റാളുകൾക്കും പേര് കിട്ടതാണ് ഈ ബീച്ച്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ബീച്ചിലേക്ക് വന്നാൽ കടൽ തീരത്താണ് കളിക്കാനുള്ള പതിവ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പുളിമൂട് സൈഡിലേക്കാണ് പോയത്. ഈ പാദകഷ്ണങ്ങൾ കണ്ടില്ലേ? ഈ പാദകഷ്ണങ്ങളുടെ മുകളിൽ കൂടെ കേറിയാണ് അച്ഛൻ വരെ എത്താൻ. കുറച്ച് അധികം റിസ്ക്കുള്ള യാത്ര തന്നെയാണ്. എല്ലാവരും സൂക്ഷിക്കണേ. കാൽ തെറ്റി വീഴാനും കാൽ പാറയിൽ കുടുങ്ങാതെയും വേണം നടന്നു പോവാൻ. ഒരു പ്രാവശ്യങ്ങളിൽ വരുമ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. അവിടുന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുത്തു. നല്ല വെളിച്ചമുള്ള സമയത്താണ് ഞങ്ങൾ നടന്നു തുടങ്ങിയത്. തിരിച്ച് നടന്നപ്പോൾ തന്നെ ഇരുട്ടായി. ഇനി എത്ര ഉണ്ടല്ലേ? അയ്യോ, തിരിച്ച് ബീച്ചിലേക്ക് തന്നെ വന്നു. എന്നിട്ടും നല്ല തിരക്ക് തന്നെയാണ്. ഫുഡ് ഓർഡർ ചെയ്യാൻ മാമ അവിടെ നിൽക്കുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളും കളിച്ചും കണ്ടും ഞങ്ങൾ മടങ്ങി. എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടോ? എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.